ഓക്സിലറി വേർബിനകത്തെ ഹാവ് ഫാമിലിയാണ് ഇന്ന് നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഹാവ് എന്ന് പറഞ്ഞാലും ഹാസ് എന്ന് പറഞ്ഞാലും ഉണ്ട് എന്നാണ് അർത്ഥം. ഏകവചനത്തിൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയാൻ നമ്മൾ ഹാസ് ഉപയോഗിക്കുന്നു. ബഹുവചനത്തിൻ്റെ കൂടെ ഐയുടെ കൂടെ യുവിൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹാവും ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് എ കാർ, എനിക്കൊരു കാറുണ്ട്. ഐ ഹാവ് നോ കാർ, എനിക്കൊരു കാർ ഇല്ല. ഐ മീൻ ഹാവ് ഐ എ കാർ, എനിക്കൊരു കാർ ഉണ്ടോ. ഹാവിൻ്റെ എ കാർ, എനിക്കൊരു കാറില്ലേ. ഓക്കെ, യു ഹാവ് എ ഡ്രീം, നിനക്കൊരു ഡ്രീം ഉണ്ട്. യു ഹാവ് നോ ഡ്രീം, നിനക്കൊരു ഡ്രീം ഇല്ല. ഹാവ് യു എ ഡ്രീം, നിനക്കൊരു ഡ്രീം ഉണ്ടോ. ഹാവിൻ യു എ ഡ്രീം, നിനക്കൊരു ഡ്രീം ഇല്ലേ. ഓക്കെ, ദെൻ ദേ ഹാവ് എ പ്ലാൻ, അവർക്കൊരു പ്ലാൻ ഉണ്ട്. ദേ ഹാവ് നോ പ്ലാൻ, അവർക്കൊരു പ്ലാൻ ഇല്ല. ഹാവ് ദേ പ്ലാൻ, അവർക്ക് പ്ലാൻ ഉണ്ടോ. ഹാവിൻ ദേ പ്ലാൻ, അവർക്കൊരു പ്ലാൻ ഇല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് ഹാവ്. ആൻഡ് ഹാസ് ഇസ് ഹി ഹാസ് എ ലവർ, അവനൊരു ലവർ ഉണ്ട്. ഹി ഹാസ് നോ ലവർ, അവന് ലവർ ഇല്ല. ഹാസ് ഹി ലവർ, അവന് ലവർ ഉണ്ടോ. ഹാസ് ഇൻ ഹി എ ലവർ, അവനൊരു ലവർ ഇല്ലേ. ഓക്കെ, ദെൻ രാജു ഹാസ് എ ഡ്രീം, രാജുവിനൊരു സ്വപ്നമുണ്ട്. രാജു ഹാസ് നോ ഡ്രീം, രാജുവിനൊരു സ്വപ്നമില്ല. ഹാസ് രാജു എ ഡ്രീം, രാജുവിനൊരു സ്വപ്നമുണ്ടോ. ഹാസ് ഇൻ രാജു എ ഡ്രീം, രാജുവിനൊരു സ്വപ്നമില്ലേ. ഓക്കെ, ദെൻ ഹാഡ് സിംഗുലറിൻ്റെയും പ്ലൂറലിൻ്റെയും കൂടെ ഉണ്ടായിരുന്നു എന്ന അർത്ഥത്തിലാണ് ഹാഡ് ഉപയോഗിക്കുന്നത്. ഐ ഹാഡ് എ ഡ്രീം, എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു. ഐ ഹാഡ് നോ ഡ്രീം, എനിക്ക് സ്വപ്നം ഉണ്ടായിരുന്നില്ല. ഹാഡ് ഐ എ ഡ്രീം, എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നോ. ഹാഡ് എന്താ എ ഡ്രീം, എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നില്ലേ. ഓക്കെ, ഏകവചനത്തിൻ്റെയും ബഹുവചനത്തിൻ്റെയും കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹാഡ് ഉപയോഗിക്കുന്നു. നെഗറ്റീവ് ആക്കാൻ ഹാഡിൻ്റെ കൂടെ നോട്ട് കൂട്ടി കൊടുക്കുക. ദെൻ ക്വസ്റ്റ്യൻ ആക്കാൻ ഹാഡ് ഫ്രണ്ടിലോട്ടിടുക. ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഹാഡിൻ്റെ വെച്ച് തുടങ്ങാം.